ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നമുക്ക് ഉലമാക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ, സംഘടന ഉണ്ടാക്കിയാൽ പോരെ എന്ന്. പക്ഷെ ഉലമാക്കളെ അവര് കൂട്ടുന്നില്ല. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഇവരുടെ കള്ളക്കളി മനസ്സിലായി. അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പ്രിയപ്പെട്ടവരെ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമീപിക്കുകയാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആരാ? ഫതുഹുൽ മുഈനിന്റെ രചയിതാവ്, മഹാനായ ഫതുഹുൽ മുഈന്റെ ഹാഷി എഴുതിയ ഇആനത്തിന്റെ രചയിതാവ്. അവരുടെ ഉസ്താദാണ് കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ. ആ ആലി മുസ്ലിയാരുടെ അടുത്തുനിന്ന് കിതാബ് ഓതി പഠിച്ച മഹാനാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ബാക്കിയാത്തിൽ നിന്നും ലത്തീഫിയയിൽ നിന്നും ബിരുദമെടുത്ത് അറബി, ഉറുദു, പാർസി, തമിഴ് തുടങ്ങിയ എല്ലാ ഭാഷയിലും പ്രാവീണ്യമുള്ള മഹാനാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വിഷയം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സാന്നിധ്യത്തിലാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹത്തായ സമസ്ത രൂപീകരിക്കുന്നത്. കാര്യങ്ങളെല്ലാം മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഏൽപ്പിക്കുകയാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതീവ കഴിവുള്ള പണ്ഡിതനാണ്. എല്ലാ കഴിവും ഉണ്ടായത് കൊണ്ട് തന്നെ താനൂരിലെ പ്രമാണിമാരൊക്കെ യോഗം കൂടിയിട്ട് നമുക്കിവിടെ ഒരു മുദർരിസിനെ വേണം, എല്ലാ ഭാഷയും എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ വേണം എന്ന് മനസ്സിലാക്കി അതിന് പറ്റിയ കേരളത്തിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണെന്ന് മനസ്സിലാക്കി മഹാനവറുകളെ താനൂരിലേക്ക് മുദർരിസായി കൊണ്ടുവരികയും അവിടെ ഇസ്ലാഹുൽ ഉലൂം മദ്രസ എന്ന് പറഞ്ഞ് വലിയ ഒരു മദ്രസ മഹാനവറുകൾ സ്ഥാപിക്കുകയാണ്. 1924 മഹാനവറുകൾ അവിടെ മുദർരിസാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നിർദ്ദേശപ്രകാരം സമസ്തയുടെ പ്രവർത്തനങ്ങൾ, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇസ്സുദ്ദീൻ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ഇവിടെ രംഗപ്രവേശനം നടത്തുന്നത്. ഇസ്സുദ്ദീൻ മൗലവിയുടെ ശുദ്ധമായ ഭാഷയും വാക്തോരണിയും പ്രസംഗവും ഒക്കെ കേട്ട് പലരും അതിൽ ആകൃഷ്ടരാവാൻ തുടങ്ങി. അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടയിൽ ബിദഈ ആശയങ്ങൾ മെല്ലെ മെല്ലെ കുത്തിവെക്കാൻ തുടങ്ങി. അപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സടകുടഞ്ഞെഴുന്നേറ്റു. അദ്ദേഹത്തിനെതിരെ നന്നായി പ്രസംഗിച്ചു. അങ്ങനെയാണ് കേരള ഉലമാഇന്റെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഗൗരവമുള്ള ശബ്ദം, ആധികാരിക ശബ്ദം മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിലൂടെ കേരളത്തൊട്ടാകെ ആഞ്ഞടിച്ച് വീശുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ രൂപീകരണ സംഭവം ആ കാലത്ത് ചെയ്തിരുന്ന ത്യാഗങ്ങൾ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തിരൂരങ്ങാടിയിൽ പ്രസംഗിക്കാൻ വന്ന സന്ദർഭത്തിൽ പോലീസും പട്ടാളവും, ബ്രിട്ടീഷുകാരുടെ പട്ടാളവും വളയുകയാണ്, അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇവിടെ ലഹളയുണ്ടാക്കാൻ വേണ്ടി വന്ന ആളാണ് എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഒപ്പിട്ടിട്ട് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പട്ടാളം വന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ ഇളകി. തിരൂരങ്ങാടിയും പരിസരവും മുസ്ലിങ്ങളാൽ നിറഞ്ഞു. ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. ആരാണ് ഇവിടെ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തത്? ഇദ്ദേഹം ലഹളക്ക് വേണ്ടി വന്ന ആളാണ് എന്ന് ഒപ്പിട്ട് കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ലിസ്റ്റ് നോക്കി. ലിസ്റ്റിൽ ഒപ്പിട്ടത് നാട്ടുകാരനെയാണ്. അവരെ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, ഞങ്ങൾ ഒപ്പിട്ടതല്ല, ഇത് ഞങ്ങളോട് പറഞ്ഞത്
മമ്പുറം മക്കാമിന്റെ അടുത്തുള്ള പാലത്തിന്റെ കുറുകെ ഒരു പാലം വേണം. ആ പാലം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ ഡെപ്യൂട്ടി കലക്ടർക്ക് ഒരു റിപ്പോർട്ട്, ഒരു ഹർജി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പിടാനാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിലാണ് ഞങ്ങൾ ഒപ്പിട്ടത് എന്ന്. ഇതൊക്കെ ഇവിടുത്തെ വഹാബികൾ ഒപ്പിച്ച പണിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും ജയിലിലടക്കാനും അവര് നടത്തിയ കുൽസിത ശ്രമങ്ങൾ ഒരുപാട് സഹിച്ചതാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അത്രത്തോളം സഹിച്ച ഒരു മഹാൻ അക്കാലത്ത് ഉണ്ടാകൂല. ഒരുപാട് തവണ അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ.